വേദാരണ്യത്തിലെ കറുത്ത പൊന്ന് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടം മാറ്റിമറിച്ച കഥയാണ് ഗൾഫ് രാജ്യങ്ങളുടേത്. കേരളത്തിലെ ഏതൊരു സാധാരണക്കാരന്റെയും ജീവിതവുമായി ഇത്രയേറെ ഇഴുകിച്ചേർന്ന് കിടക്കുന്ന മറ്റൊരു വിദേശ ഭൂപ്രദേശം ലോകത്തുണ്ടാകില്ല. പ്രവാസികളുടെ സ്വപ്ന ഭൂമിയായ ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ GCC അഥവാ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിന്റെ ചരിത്രവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വശങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ആധുനിക ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിസ്മയകരമായ ഒരു അധ്യായമാണെന്ന് ബോധ്യപ്പെടും. കേവലം മണൽക്കാടുകളായിരുന്ന ഈ പ്രദേശം എങ്ങനെ ലോകത്തെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക ശക്തികളായി മാറിയെന്നും അവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്താണെന്നും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. GCC എന്നറിയപ്പെടുന്ന ഗൾഫ് സഹകരണ കൗൺസിൽ രൂപീകൃതമായത് 1981 മെയ് മാസത്തിൽ അബുദാബിയിൽ നടന്ന ചരിത്രപരമായ ഉച്ചകോടിയിലൂടെയാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ എന്നീ 6 അറബ് രാജ്യങ്ങളാണ് ഈ കൂട്ടായ്മയിൽ അംഗങ്ങൾ. സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും സമാനതകളുള്ള ഈ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയും സാമ്പത്തിക താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനായാണ് ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചത്. ഇറാൻ-ഇറാഖ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ പ്രാദേശികമായ സുരക്ഷാ ഭീഷണികളെ നേരിടുക എന്നതായിരുന്നു ഈ ഐക്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ഇന്ന് ഇത് വെറും ഒരു പ്രതിരോധ കൂട്ടായ്മ മാത്രമല്ല, മറിച്ച് വ്യാപാരം, ടൂറിസം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ പരസ്പരം സഹകരിക്കുന്ന ഒരു വലിയ ശക്തിയാണ്. ഭൂരാഷ്ട്രതന്ത്രപരമായി നോക്കിയാൽ ഓരോ ഗൾഫ് രാജ്യത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. സൗദി അറേബ്യ GCCയിലെ ഏറ്റവും വലിയ രാജ്യവും ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയ കേന്ദ്രവുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരങ്ങളിലൊന്ന് കൈവശമുള്ള സൗദി അടുത്തിടെ തങ്ങളുടെ സാമ്പത്തിക നയങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുവൈറ്റ് തന്ത്രപരമായ ഒരു സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇറാഖുമായി അതിർത്തി പങ്കിടുന്ന ഈ രാജ്യം ചരിത്രപരമായ പല വെല്ലുവിളികളെയും അതിജീവിച്ചാണ് ഇന്നത്തെ നിലയിലെത്തിയത്. ഖത്തർ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക കയറ്റുമതിക്കാരാണ്. ചെറിയ രാജ്യമാണെങ്കിലും ആഗോള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ബഹ്റൈൻ ഒരു ദ്വീപ് രാജ്യമാണ്. മധ്യപൂർവേഷ്യയിലെ ബാങ്കിംഗ് മേഖലയുടെ കേന്ദ്രമായാണ് ബഹ്റൈൻ അറിയപ്പെടുന്നത്. ഒമാൻ അതിന്റെ തന്ത്രപരമായ വിദേശ നയം കൊണ്ട് ശ്രദ്ധേയമാണ്. പലപ്പോഴും ശത്രു രാജ്യങ്ങൾക്കിടയിലുള്ള പാലമായി പ്രവർത്തിക്കാൻ ഒമാൻ ശ്രമിക്കാറുണ്ട്. മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഒമാൻ ടൂറിസം മേഖലയിലും ശ്രദ്ധേയമാണ്. സാമ്പത്തികമായി നോക്കിയാൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇന്ന് ഉയർന്ന നിലവാരമുള്ള ജീവിത സാഹചര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയും UAEയുമാണ് ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഖത്തർ പ്രതിശീർഷ വരുമാനത്തിൽ ലോകത്തിലെ തന്നെ മുൻനിരയിലാണ്. ഈ രാജ്യങ്ങളുടെ എല്ലാം പ്രധാന വരുമാന മാർഗം എണ്ണയും പ്രകൃതിവാതകവുമാണ്. എന്നിരുന്നാലും ഭാവിയിൽ എണ്ണശേഖരം തീർന്നു പോകുമെന്ന തിരിച്ചറിവിൽ ടൂറിസം, ടെക്നോളജി, പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിലേക്ക് ഇവർ തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞു. സൗദിയുടെ വിഷൻ 2030 ഇതിനൊരു ഉദാഹരണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരുടെ കൂട്ടായ്മയായ ഒപ്പെക്കിനെ കുറിച്ചും ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. 1960 ബാഗ്ദാദിൽ വച്ച് രൂപീകൃതമായ ഒപ്പെക് അഥവാ ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ലോക വിപണിയിലെ എണ്ണവില നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സൗദി അറേബ്യ, UAE, കുവൈറ്റ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ ഒപ്പെക്കിലെ കരുത്തുറ്റ അംഗങ്ങളാണ്. ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ താളം നിർണ്ണയിക്കുന്നതിൽ ഈ സംഘടനയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAEയുടെ ചരിത്രവും രൂപീകരണവും ഏതൊരാളെയും ആവേശഭരിതമാക്കുന്ന ഒന്നാണ്. 1971 ഡിസംബർ 2 UAE എന്ന രാജ്യം ഔദ്യോഗികമായി രൂപീകൃതമായത്. അതിനു മുമ്പ് ട്രൂഷ്യൽ സ്റ്റേറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന 7 സ്വതന്ത്ര എമിറേറ്റുകളെ ഒന്നിപ്പിച്ച് ഒരു ഫെഡറേഷൻ രൂപീകരിക്കുക എന്ന വെല്ലുവിളി ഏറ്റെടുത്തത് അബുദാബി ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ സഹ്യാനും ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂമുമാണ്. ഷെയ്ഖ് സായിദിന്റെ ദീർഘവീക്ഷണമാണ് ചിതറിക്കിടന്ന ഈ ഗോത്ര പ്രദേശങ്ങളെ ലോകം അസൂയയോടെ നോക്കുന്ന ഇന്നത്തെ UAE ആക്കി മാറ്റിയത്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസ് അൽ ഖൈമ,
ഹുജൈറ എന്നിവയാണ് ആ 7 എമിറേറ്റുകൾ. ഇതിൽ റാസൽ ഖൈമ 1972 യൂണിയനിൽ ചേർന്നത്. UAEയിലെ 7 എമിറേറ്റുകളിൽ ഏറ്റവും സമ്പന്നമായതും ഏറ്റവും കൂടുതൽ വരുമാനമുള്ളതും തലസ്ഥാനമായ അബുദാബിയാണ്. രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 80%-ലധികവും അബുദാബിയിലാണ്. കൂടാതെ UAEയുടെ പക്കമുള്ള എണ്ണ ശേഖരണത്തിന്റെ ഭൂരിഭാഗവും അബുദാബിയുടെ നിയന്ത്രണത്തിലാണ്. വിനോദസഞ്ചാരത്തിലും വ്യാപാരത്തിലും ദുബായ് ലോക പ്രശസ്തമാണെങ്കിലും സാമ്പത്തികമായി UAEയുടെ നട്ടൽ അബുദാബി തന്നെയാണെന്ന് പറയുന്നതിൽ തർക്കമില്ല. ഗൾഫ് ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നാണ് 1990 കുവൈറ്റ് യുദ്ധം. ഇറാഖ് ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈൻ അയൽ രാജ്യമായ കുവൈറ്റിനെ ആക്രമിച്ചു കീഴടക്കിയതോടെയാണ് ഈ സംഘർഷം ആരംഭിച്ചത്. എണ്ണപ്പാടങ്ങളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇതിലേക്ക് നയിച്ചത്. ലോകരാജ്യങ്ങൾ ഇതിനെതിരെ ഒന്നിക്കുകയും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന കുവൈറ്റിനെ മോചിപ്പിക്കുകയും ചെയ്തു. ഈ യുദ്ധം ഗൾഫ് മേഖലയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ബഹ്റൈൻ രൂപീകരണവും സമാനമായ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. വർഷങ്ങളോളം ബ്രിട്ടീഷ് സംരക്ഷണത്തിലായിരുന്ന ബഹ്റൈൻ 1971 പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഇറാൻ ബഹ്റൈനുമേൽ അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിലും ഐക്യരാഷ്ട്രസഭ നടത്തിയ ഹരിത പരിശോധനയിലൂടെ ബഹ്റൈൻ ജനത തങ്ങളുടെ സ്വതന്ത്ര സ്വത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നതായി തെളിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ കറൻസി മൂല്യം പരിശോധിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു വസ്തുത നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള കറൻസി കുവൈറ്റ് ദിനാറാണ്. എണ്ണ വിപണിയിലെ ശക്തമായ സ്വാധീനവും പരിമിതമായ അളവിലുള്ള കറൻസി സർക്കുലേഷനുമാണ് കുവൈറ്റ് ദിനാറിനെ ഇത്രയേറെ കരുത്തനാക്കുന്നത്. ബഹ്റൈൻ ദിനാറും ഒമാനി റിയാലും മൂല്യത്തിന്റെ കാര്യത്തിൽ തൊട്ടു പിന്നിലുണ്ട്. എന്നാൽ UAE ദിർഹവും സൗദി റിയാലും ഖത്തർ റിയാലും അമേരിക്കൻ ഡോളറുമായി സ്ഥിരമായൊരു വിനിമയ നിരക്കിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ ഡോളറിന്റെ മൂല്യത്തിൽ വരുന്ന മാറ്റങ്ങൾ ഈ കറൻസികളെയും ബാധിക്കാറുണ്ട്. സാധാരണക്കാരായ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് എന്നത് കേവലം ജോലി ചെയ്യാനുള്ള ഒരു ഇടം മാത്രമല്ല, അത് മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. ആദ്യകാലങ്ങളിൽ കപ്പൽ മാർഗം ഗൾഫിലെത്തിയ പഴയ തലമുറ മുതൽ ഇന്നത്തെ ആധുനിക ടെക്നോളജി യുഗത്തിലെ യുവാക്കൾ വരെ ഗൾഫ് രാജ്യങ്ങളുടെ വളർച്ചയിൽ തങ്ങളുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന പ്രവണതയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളും മികച്ച ഗതാഗത സൗകര്യങ്ങളും ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് ഈ മരുഭൂമിയിലുണ്ട്. സഹിഷ്ണുതയും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്ന നിയമ പരിഷ്കാരങ്ങളുമായി അവർ മുന്നേറുമ്പോൾ അത് ലോകത്തിന് തന്നെ വലിയൊരു പാഠമാണ് നൽകുന്നത്. മണൽക്കാടുകളിൽ നിന്ന് മഹാനഗരങ്ങളിലേക്കുള്ള ഈ പ്രയാണം ഇനിയും തുടരുമെന്ന് ഉറപ്പാണ്. വരും തലമുറയ്ക്ക് മുന്നിൽ വിജ്ഞാനത്തിൻ്റെയും തൊഴിലിൻ്റെയും നൂതനമായ വാതിലുകൾ തുറന്നു വെച്ച് ഈ രാജ്യങ്ങൾ ഇന്നും പ്രോജ്വലിച്ചു നിൽക്കുന്നു. പ്രവാസികൾക്ക് എന്നും തണലായി നിൽക്കുന്ന ഈ അറബ് രാഷ്ട്രങ്ങളുടെ ചരിത്രവും വർത്തമാനവും കൃത്യമായി മനസ്സിലാക്കുന്നത് ഏതൊരു വ്യക്തിക്കും അറിവിൻ്റെയും പുതിയ ലോക വീക്ഷണത്തിൻ്റെയും ജാലകങ്ങൾ തുറന്നു നൽകും. ഗൾഫ് രാജ്യങ്ങളുടെ മുന്നേറ്റം ആഗോള തലത്തിൽ തന്നെ സമാധാനത്തിനും പുരോഗതിക്കും വഴിതെളിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാ പ്രതിസന്ധികളെയും ആത്മവിശ്വാസം കൊണ്ട് അതിജീവിച്ച ഈ രാഷ്ട്രങ്ങൾ മനുഷ്യ പ്രയത്നത്തിൻ്റെ നിത്യസ്മാരകങ്ങളായി നിലകൊള്ളുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.